ജയരാജന്റെ ആത്മകഥയിലെ വിമർശനത്തിനെതിരെ കണ്ണൂർ CPM-ൽ അതൃപ്തി. വിമർശനങ്ങൾ MP ഗോവിന്ദനെ ലക്ഷ്യമിട്ടെന്നാണ് ആക്ഷേപം. വൈദേകം റിസോർട്ട് വിഷയത്തിൽ EP സംസ്ഥാന സെക്രട്ടറിയെയാണ് ഉന്നം വെച്ചത്. ആരോപണം ഉന്നയിച്ച P ജയരാജനെ ഒഴിവാക്കി നേതൃത്വത്തെ വിമർശിച്ചു. സംസ്ഥാന സമിതി യോഗത്തിലെ പരാമർശങ്ങൾ മുതിർന്ന നേതാവ് പുസ്തകമായി പ്രസിദ്ധീകരിച്ചതിലും വിമർശനമുണ്ട്. ബിജീഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട്. വിജീഷ്, EP-യുടെ ആത്മകഥ ഇറങ്ങിയതിനു ശേഷം കണ്ണൂർ CPM-ൽ എന്താണ് പുകയുന്നത്? EP-യുടെ ആത്മകഥ എന്റെ ജീവിതം പുറത്തിറങ്ങിയത് ഇന്നലെ വൈകിട്ടാണ്. അത് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ വിവാദങ്ങൾ വീണ്ടും ഉയരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ അതിനകത്തുള്ള ചില പരാമർശങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് വൈദേകം റിസോർട്ട്, EP ജയരാജന്റെ മകന്റെ പേരിലുള്ളതാണ് ഈ വൈദേകം റിസോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിനകത്തുണ്ടായ ചില പരാമർശങ്ങളും അതിനകത്ത് പാർട്ടി തന്നെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് തന്നെ ആക്രമിക്കുന്നതിന് ഇട്ടുകൊടുക്കുന്ന ഒരു ശൈലി സ്വീകരിച്ചു എന്നുള്ളതായിരുന്നു EP ജയരാജന്റെ പ്രധാന ആക്ഷേപമായി ആ പുസ്തകത്തിലുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ചാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള അതൃപ്തി കണ്ണൂരിലെ CPM നേതാക്കന്മാർക്കിടയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിനകത്ത് സംസ്ഥാന കമ്മിറ്റി യോഗത്തിനകത്ത് ഈ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ അകത്ത് പ്രധാനമായും ആക്ഷേപം ഉന്നയിച്ചത് P ജയരാജൻ എന്ന മുതിർന്ന നേതാവാണ് കണ്ണൂരിൽ നിന്നുള്ള. അദ്ദേഹം പറഞ്ഞത് ഒരു സ്വകാര്യ സ്ഥാപനത്തെ സഹകരണ പ്രസ്ഥാനത്തെ പോലെ നയിക്കുന്നത് എന്ത് എന്നുള്ളതായിരുന്നു P ജയരാജൻ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ച പ്രധാന ചോദ്യം. ഈ ചോദ്യം പക്ഷേ ആദ്യം കുറച്ചുനാൾ മാധ്യമങ്ങളിൽ വാർത്ത വന്നു. അത് കഴിഞ്ഞ് EP ജയരാജൻ പങ്കെടുത്ത മറ്റു സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ EP ജയരാജൻ അറിഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇത്തരത്തിൽ വലിയ വിവാദങ്ങളിലേക്ക് P ജയരാജന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലെ പരാമർശങ്ങൾ വഴിവെച്ചപ്പോൾ തന്നെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിനകത്തൊരു വിശദീകരണം നൽകി സംരക്ഷിക്കുന്നൊരു നിലപാട് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ജയരാജൻ പ്രധാനമായും ഈ പുസ്തകത്തിനകത്ത് ആക്ഷേപമായി ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആക്ഷേപം മുൻനിർത്തിക്കൊണ്ടാണ് ആ ആക്ഷേപം സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനെ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് കണ്ണൂരിൽ നിന്നുള്ള CPM നേതൃത്വങ്ങൾക്കിടയിൽ സാധാരണ നമുക്കറിയാം CPM-ലെ ഒരു സംഘടനാപരമായിട്ടുള്ള ചർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം നേതാക്കളൊന്നും പുറത്തു പറയാറില്ല. എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്ന വെറും വാർത്ത മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളാറാണ് സാധ്യത. അത്തരത്തിൽ സംഘടനാപരമായ വിഷയങ്ങൾ പ്രത്യേകിച്ച് EP പുസ്തകത്തിലൂടെ തുറന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം P ജയരാജനെ കൂടി ലക്ഷ്യമിടുന്ന അല്ലെങ്കിൽ P ജയരാജൻ വിഷയത്തിലുണ്ട്, സെക്രട്ടറിയാണ് ലക്ഷ്യമിടുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ മൂടിവെച്ച വിവാദങ്ങൾ എല്ലാം പുറത്തേക്ക് എത്തിക്കുന്നതിൽ, ഈ ആത്മകഥയിലൂടെ പരസ്യമാക്കുന്നതിൽ വലിയ സമ്മർദ്ദം EP ജയരാജനെ സംബന്ധിച്ചുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് പാർട്ടിയെ ഇത് ഏത് തരത്തിലാണ് വെട്ടിലാക്കുന്നത്, എത്ര വലിയ പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത്? ബിജീഷിലേക്ക് വരാം. കണ്ണൂർ CPM-ലാണ് അതൃപ്തി പുകയുന്നത്. EP ജയരാജന്റെ ആത്മകഥ പുറത്തു വന്നതിന് ശേഷമുള്ള വിവാദങ്ങളാണ് തുടരുന്നത്. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ആരോപണത്തിൽ EP ജയരാജൻ ചൂണ്ടുന്നത് സെക്രട്ടറി MP ഗോവിന്ദനിലേക്കാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങൾ പുറത്തുവരുന്നുണ്ട്. അത് CPM-നെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നു കണ്ണൂരിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ബിജീഷ് ഗോവിന്ദൻ വീണ്ടും ചേരുന്നുണ്ട്. ബിജീഷ്, നേരത്തെ ഈ സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങളൊന്നും ചർച്ച ചെയ്തതിനു ശേഷം പുറത്തേക്ക് നേതാക്കൾ എത്തിക്കാറില്ല. മാധ്യമങ്ങൾ ചോദിച്ചാൽ പോലും അത് മാധ്യമ വാർത്തയാണ് എന്ന് പറഞ്ഞ് തള്ളാറാണ് സാധാരണ പതിവ്. ഈ വിഷയത്തിൽ ഇത്രയധികം കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്, ഇല്ലെങ്കിൽ ഈ പുസ്തകത്തിലൂടെ പുറത്തേക്ക് വന്നത്, അത് എത്രത്തോളം സമ്മർദ്ദം പാർട്ടിക്ക് ഉണ്ടാക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ? തീർച്ചയായും അത് തന്നെയാണ്. സംസ്ഥാന കമ്മിറ്റി യോഗത്തിനകത്ത് ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നും വലിയ തരത്തിൽ പുറത്തേക്ക് വരാറില്ല. ഇല്ലെങ്കിൽ തന്നെ അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല എന്ന് നിഷേധിക്കുകയാണ് CPM നേതൃത്വത്തിന്റെ പതിവ് ശൈലി. പക്ഷേ ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായിട്ടുള്ള EP ജയരാജൻ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി യോഗത്തിനകത്ത് വൈദേകം വിഷയത്തിൽ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള P ജയരാജൻ വിഷയം ഉന്നയിച്ചിരുന്നു. അതായത് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വകാര്യ സംവിധാനത്തെ എന്തുകൊണ്ട് സഹകരണ പ്രസ്ഥാനം പോലെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ള ചോദ്യം P ജയരാജൻ ഉന്നയിച്ചിരുന്നു. അത് വലിയ തരത്തിൽ വാർത്തകൾ വന്നു. അന്ന് CPM നിഷേധിച്ചതായിരുന്നു ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്ന്. പക്ഷേ ഇപ്പോൾ EP ജയരാജൻ എന്ന മുതിർന്ന നേതാവ് തന്നെ തന്റെ ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നു ഈ വിഷയം P ജയരാജൻ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഉന്നയിച്ച വിഷയങ്ങളിൽ വിവാദം കത്തിപ്പടരുമ്പോൾ തന്നെ കൊത്തിവലിക്കാൻ, അതായത് തനിക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപവും വ്യക്തിപരമായിട്ടുള്ള ആക്രമണവും നടത്താൻ
പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അതിന് അവസരം ഒരുക്കി കൊടുത്തു. അക്കാര്യത്തിനകത്ത് ഒരു വിശദീകരണം നൽകാൻ പാർട്ടി നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ള വിമർശനമാണ് തന്റെ ആത്മകഥയിലൂടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇ പി ജയരാജൻ മുന്നോട്ട് വയ്ക്കുന്നത്.